1993 ഇറങ്ങിയ ചിത്രമാണ് ഓ ഫാബി. മലയാളി പ്രേക്ഷകർക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു ഫീൽ നൽകിയ ചിത്രമാണ് ഓ ഫാബി. കാരണം ഇതൊരു ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് സിനിമയായിരുന്നു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ ഒരു ഹൈബ്രിഡ് സിനിമ എത്തുകയാണ്, ലവ്ലി. ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് സിനിമയായ ലവ്ലി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഫാന്റസി കോമഡി ഡ്രാമയിൽ ഒരുങ്ങുന്ന സിനിമയുടെ പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ടമാർ പടാർ എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് കരുണാകരൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രം 3Dയിലാണ് റിലീസ് ചെയ്യുന്നത്. മാത്യു തോമസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ നായികയാകുന്നത് ഒരു ഈച്ചയാണ്. ചിത്രത്തിൽ ആനിമേറ്റഡ് ക്യാരക്ടറായി എത്തുന്ന ഈച്ചയുടെ സീനുകൾക്ക് 45 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. 51 ദിവസമാണ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി എടുത്തതെങ്കിലും 400 ദിവസത്തിലേറെയായി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനുകൾ നടന്നു വരികയാണ് എന്ന് സംവിധായകൻ ദിലീഷ് കരുണാകരൻ പറഞ്ഞിരുന്നു. സിനിമയുടെ 3D കൺവേർട്ട് ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. അടുത്ത വർഷം ജനുവരിയിലാണ് റിലീസിന് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഹോളിവുഡിലൊക്കെ ആനിമേറ്റഡ് ക്യാരക്ടർ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന സിനിമകളിൽ സിനിമാ താരങ്ങൾ തന്നെ അവയ്ക്ക് ശബ്ദം കൊടുക്കുന്നത് പോലെ ലവ്ലിയിൽ നായികയായി എത്തുന്ന ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നടി ഉണ്ണിമായ പ്രസാദാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സെമി ഫാന്റസി ജോണറിലെത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് വെസ്റ്റേൺ ഗഡ്സ് പ്രൊഡക്ഷൻസിന്റെയും നേനി എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ശരണ്യ സി നായരും ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നാണ്. മാത്യു തോമസിനെ കൂടാതെ മനോജ് കെ ജയൻ, ഉണ്ണിമായ, KPAC ലീല തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തുന്ന മറ്റുള്ളവർ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംവിധായകൻ ആഷിഖ് അബു ആണ്. വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കിരൺ ദാസ് ആണ്. അതേസമയം ലവ്ലിയുടേതായി നേരത്തെ റിലീസ് ചെയ്ത പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു വലിയ ഈച്ചയുടെ മുന്നിൽ ഒരു കുഞ്ഞു മനുഷ്യൻ നിൽക്കുന്നതായിട്ടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണിച്ചിരുന്നത്. വ്യത്യസ്തതകൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്ന മലയാളികളുടെ അരികിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹൈബ്രിഡ് സിനിമ എത്തുന്നത്. അതും നായിക ഒരു ഈച്ചയായി എത്തുന്ന ചിത്രം. രാജമൗലി ചിത്രമായ ഈഗ എന്ന സിനിമയുടെ മലയാളം ഡബ്ഡ് ഈച്ച എന്ന സിനിമ കേരളത്തിൽ വമ്പൻ ഹിറ്റായിരുന്നു. എന്തായാലും ആരാധകർ വമ്പൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളത്തിലെ രണ്ടാമത്തെ ഹൈബ്രിഡ് ചിത്രത്തെ.